നമസ്കാരം. ഒരു സ്ത്രീയുടെ കൺസെൻറ്റിന് അല്ലെങ്കിൽ നോക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കേരളം ഇന്ന് വളരെ ആക്റ്റീവായി ചർച്ച ചെയ്ത ഒരു ദിവസമാണ്. ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇന്ന് ചെറിയാൻ ഫിലിപ്പ് നമ്മുടെ നിയുക്ത MLA ബിന്ദു കൃഷ്ണയെ ഹഗ് ചെയ്യാൻ ശ്രമിക്കുകയും ബിന്ദു കൃഷ്ണ അതിനോട് അത്ര താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുകയും പിന്നെ അവിടെ നടന്ന ചില സംഭവങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇപ്പോൾ വീഡിയോസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ്, ഇത് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ആളുകളടുത്തൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഏത് വീഡിയോൻ്റെ താഴെയും വന്ന് വായ തോന്നിയത് രാഷ്ട്രീയ അശ്ലീലം വിളിച്ച് പറയുന്ന ചില കൃമികീടങ്ങൾ, നമുക്ക് ഹാർപ്പിക്കിന് പോലും കളയാൻ പറ്റാത്ത ചില കൃമികീടങ്ങൾ നമ്മുടെ പേജിലുണ്ട് അല്ലേ. അപ്പോൾ അവരോടാണ് കേട്ടോ, നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നാൽ മുക്കിലേക്ക് മാറി നിന്ന് കരഞ്ഞോ. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. കാരണം ഞാനീ പറയുന്ന വിഷയം കൺസെൻറ്റ്, നിങ്ങൾക്കെന്ത് കൺസെൻറ്റ്, നിങ്ങൾക്കെന്ത് സ്ത്രീ, നിങ്ങൾക്കെന്ത് മാന്യത, നിങ്ങൾക്കെന്ത് സംസ്കാരം, നിങ്ങളടുത്തൊന്നും ഈ കാര്യം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നിട്ട് നിങ്ങളുടെ കലാപരിപാടി നടത്തിക്കോ. എനിക്ക് പറയാനുള്ളത് ബാക്കി നമ്മുടെ പേജിനെ ആക്റ്റീവായിട്ട് താല്പര്യത്തോടു കൂടി ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ്. കാരണം ഈ ഒരു വിഷയം പല തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എന്താണ് ഒരു കൺസെൻറ്റ് എന്നുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഈ വീഡിയോൻ്റെ പലപ്പോഴും താഴെ വന്ന കമൻറ്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ലൊരു ശതമാനം ആളുകൾക്ക് എന്താണ് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയിലെ തെറ്റ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. പലരും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആ സ്നേഹം കൊണ്ട്, ആധിക്യം കൊണ്ട്, അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണയോടുള്ള ആ ഒരു എന്താ പറയുക, ഇപ്പോൾ വിജയിച്ച് വന്നതിൻ്റെ ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചതല്ലേ, എന്താണ് ഹഗ് ചെയ്തതിൽ തെറ്റ് എന്നൊക്കെയാണ്. നോക്കൂ, അതിനൊന്നും ഒരു തെറ്റുമില്ല. ഒരാണ് പെണ്ണിനെ ഹഗ് ചെയ്യുന്നതോ ആണിനെ, പെണ്ണിനെ ആരെ ഹഗ് ചെയ്യുന്നതും ഈ ലോകത്തൊരു തെറ്റല്ല. അത് എല്ലായിടത്തും നമുക്ക് അത്രത്തോളം ശീലമില്ലാന്നേ ഉള്ളൂ ഈ ഹഗ്ഗിങ്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗം, എക്സ്പ്രഷൻ ഓഫ് ലവ് ആണ് ഹഗ്ഗിങ്. അപ്പോൾ ഹഗ്ഗിങ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹപ്രകടനം നടത്തുന്ന അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഏറ്റവും നല്ല മാതൃകകളിൽ ഒന്ന് തന്നെയാണ്. അതിലൊന്നും ആർക്കും ഒരു തെറ്റുമില്ല. അത് പെണ്ണായാലും പെണ്ണാണായാലും എന്തായാലും. ഇവിടുത്തെ പ്രോബ്ലം അതല്ല, അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അതിൽ താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. ആദ്യം ഹഗ് ചെയ്യാൻ പോയപ്പോൾ കൃത്യമായി ബിന്ദു കൃഷ്ണ അതിലുള്ള അതൃപ്തി അല്ലെങ്കിൽ എനിക്കതിൽ താല്പര്യമില്ല എന്നുള്ളത് കൃത്യമായിട്ട് അത് പ്രകടിപ്പിച്ചു. പക്ഷേ അത് മനസ്സിലാക്കി പിന്മാറാതെ വീണ്ടും വീണ്ടും എന്താ നിനക്ക് എന്നെ ഹഗ് ചെയ്താൽ, എന്താ എനിക്കൊരു ഹഗ് തന്നാൽ എന്നുള്ള ഒരു എന്താ പറയുക, ഈഗോ ഹേർട്ടായതുകൊണ്ടോ എനിക്കറിയില്ല, ഒരു നിർബന്ധ ബുദ്ധിയുള്ള പോലെ അങ്ങോട്ട് താല്പര്യം അല്ലെങ്കിൽ ഇല്ല എന്ന് കൃത്യമായി പ്രകടിപ്പിച്ച ഒരു സ്ത്രീയോട് വീണ്ടും കയ്യിൽ കടന്നു പിടിച്ച് ഹഗ് ചെയ്യാൻ വീണ്ടും നിർബന്ധിക്കുന്ന പോലെയാണ് അദ്ദേഹം അവിടെ പെരുമാറിയത്. അതൊരു കാരണവശാലും അതാണ് ഇവിടുത്തെ തെറ്റ്. നോക്കൂ, നത്തിങ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അത് സ്ത്രീ ആവട്ടെ, ഇപ്പോൾ ഒരു സ്ത്രീ പുരുഷനെ പോയി ഹഗ് ചെയ്യാൻ പോയാലും അദ്ദേഹത്തിന് താല്പര്യമില്ല, അദ്ദേഹത്തിൻ്റെ നീരസം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബാക്ക്, നിങ്ങൾ തിരിച്ചു വരണം. അല്ലെങ്കിൽ അല്ലാതെ അദ്ദേഹത്തിനെ പോയി കടന്നു പിടിച്ച് അത് ആണ് പെണ്ണിനോട് ചെയ്താലും ആണിനോട് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. കൺസെൻറ്റ് ഈസ് കൺസെൻറ്റ്. അത് നമ്മൾ ഹഗ് ചെയ്യാനാണെങ്കിലും ഉമ്മ വയ്ക്കാനാണെങ്കിലും ഇവൺ ഒന്ന് കയ്യിൽ പിടിക്കാൻ ആണെങ്കിൽ പോലും ഒന്നും അങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അല്ല. ആരുടെയും കൺസെൻറ്റ് നമുക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടില്ല. നമ്മളൊരു കാര്യം ചെയ്യാൻ പോയി, അത് അദ്ദേഹം തെറ്റായ ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അദ്ദേഹത്തിന് വേറെ മോശം ഉദ്ദേശം ഉണ്ടായിരുന്നു. നോ, ഞാൻ അങ്ങനത്തെ ഒരു ആരോപണത്തിനും നിൽക്കുന്നില്ല. കാരണം അതെല്ലാം അറിയാതെ ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതൊരിക്കലും ഞാനിവിടെ ചെയ്യില്ല. പക്ഷേ നമ്മുടെ സന്തോഷം കൊണ്ട് ചെയ്തതായിരിക്കാം. പക്ഷേ മറ്റേ വ്യക്തിക്ക് അതിൽ താല്പര്യക്കുറവ് അദ്ദേഹം പ്രകടിപ്പിച്ചു. അപ്പം പിന്നെ നമ്മുടെ മാന്യത എന്ന് പറയുന്നത് അതിൽ നിന്ന് പുറകോട്ട് മാറുക എന്നുള്ളതാണ്. ഒരിക്കലും പിന്നെ വീണ്ടും അങ്ങോട്ട് പോയി അദ്ദേഹത്തിനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ബിന്ദു കൃഷ്ണയുടെ വളരെയധികം ബഹുമാനം തോന്നി. കാരണം അവരെ ആദ്യം താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചു, പക്ഷേ ഇദ്ദേഹം വീണ്ടും കുറച്ചുകൂടി ഫോഴ്സ്ഫുള്ളി ഹഗ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും അതേ ശക്തിയോടുകൂടി അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തിയോടുകൂടി അവരതിനെ റെസിസ്റ്റ് ചെയ്തു. അവരൊരു കാരണവശാലും അദ്ദേഹത്തിനെ ഹഗ് ചെയ്തില്ല. എനിക്കതിൽ ആ സ്ത്രീയോട് വളരെയധികം ബഹുമാനം തോന്നി. അങ്ങനെ തന്നെ ആവണം സ്ത്രീകൾ. കാരണം നമ്മൾ താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചു, പക്ഷേ മറ്റേ വ്യക്തി കുറച്ചുകൂടി ഫോഴ്സ്ഫുള്ളി നമ്മളെ നിർബന്ധിക്കുകയാണെങ്കിൽ അതിൽ വഴങ്ങി കൊടുക്കരുത്. നമ്മുടെ നോ ആണെങ്കിൽ അത് നോ തന്നെ ആവണം. അത് മറ്റേ ആൾ നമുക്ക് വകവെച്ച് തന്നാലും ഇല്ലെങ്കിലും നമ്മുടെ സ്റ്റാൻഡിൽ ഒരു തരത്തിലും നമ്മൾ വെള്ളം ചേർക്കരുത്. അതിനൊരു ബിഗ് സല്യൂട്ട് ബിന്ദു കൃഷ്ണ. ഇങ്ങനെ തന്നെ ആവണം സ്ത്രീകൾ, ഇങ്ങനെ തന്നെ ആവണം പെൺകുട്ടികൾ. അത് തന്നെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. അത് തന്നെയാണ് ഇന്ന് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, എനിക്ക് ആണുങ്ങളോട് പറയാനുള്ളത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മോശം ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് എന്തോ ആവട്ടെ, അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് കൃത്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ മാന്യമായിട്ട് പുറകോട്ട് പോവുക. ഒരു കാരണവശാലും പിന്നെ ഒരു വിരൽ പോലും ആ സ്ത്രീയുടെ പുറത്ത് വെക്കാൻ ഒരാണുങ്ങൾക്കും അവകാശമില്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് കൺസെൻറ്റ് മീൻസ്. ഇപ്പോൾ അവിടെ അദ്ദേഹം വേറെയും സ്ത്രീകളെ, ചിലപ്പോൾ വേറെ വന്ന വനിതാ നേതാക്കളെ അദ്ദേഹം കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും. അവരതിനോട് നീരസം കാണിച്ചിട്ടുണ്ടാവില്ല, അവർ അദ്ദേഹത്തെയും കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും. ദാറ്റ്സ് ഓക്കെ.
അത് അവരുടെ ഇഷ്ടം. അവിടെ വന്ന എക്സോ വൈയോ സെറ്റോ അത് ആരും ആയിക്കൊള്ളട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹം അവരെ ആലിംഗനം ചെയ്യുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല, അവരതിന് ഓക്കെ ആയിരുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം ബിന്ദുകൃഷ്ണൻ അതിന് ഓക്കെ ആവണം എന്നുള്ളതല്ല. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇതേ വ്യക്തി തന്നെ ബിന്ദുകൃഷ്ണൻ ഇതിന് മുന്നേ ആലിംഗനം ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ബിന്ദുകൃഷ്ണൻ ആലിംഗനം ചെയ്തു. ഇതൊക്കെയാണല്ലോ പലരും പറയുന്ന കാര്യങ്ങൾ. ഇതിന് മുമ്പ് ചെയ്തപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ എന്താ ഇപ്പം കുഴപ്പം? ഓരോ തവണയും കൺസെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതിന് മുമ്പ് ഈ കാര്യം ചെയ്തപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ളതിനർത്ഥം നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഇത് ചെയ്യാനുള്ള കൺസെൻറ്റ് അല്ലെങ്കിൽ സമ്മതം അവർ തന്നു എന്നുള്ളതല്ല. ഇപ്പോൾ വാട്ട് മാറ്റേഴ്സ് ഈസ് നൗ, ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള കൺസെൻറ്റ് അവർ തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. സോ കൺസെൻറ്റ് മുഖ്യം ബിഗിലേ. ഓക്കെ, അപ്പോൾ എല്ലാ ആണുങ്ങളടുത്തും പെണ്ണുങ്ങളടുത്തുമാണ് കൺസെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നത്തിങ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. ഓക്കെ, ബൈ.